മുക്കം നഗരസഭയിലെ മുഴുവൻ സ്കൂളുകൾക്കും ഫിറ്റ്നസ് നൽകുന്നില്ലെന്ന് പരാതി. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് നഗരസഭാ ഭരണസമിതിയും എഞ്ചിനീയറിംഗ് വിഭാഗവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നാരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ രംഗത്തെത്തി. മുക്കം നഗരസഭയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന പരാതിയുമായാണ് നഗരസഭയിലെ പ്രതിപക്ഷ മെമ്പർമാർ രംഗത്തെത്തിയത്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞാണ് നഗരസഭാ ഭരണസമിതിയും എഞ്ചിനീയറിംഗ് വിഭാഗവും ഉദ്യോഗസ്ഥരും സ്കൂളുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. ഈ പറയപ്പെട്ട സ്ഥാപനങ്ങൾക്കൊന്നും ഫിറ്റ്നസ് കൊടുക്കാതെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രയാസം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഫിറ്റ്നസ് കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം പറയുന്നത് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളാണ് പറയപ്പെടുന്നത്. അതൊക്കെ പരിഹരിക്കാൻ മാത്രം ഉള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അത് സമയബന്ധിതമായി ഇടപെടലിൻ്റെ കാലതാമസമാണ് ഇങ്ങനെ ഉണ്ടാകാനുണ്ടായ കാരണം. ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണ് ഇങ്ങനെ എത്തിപ്പെടാനുണ്ടായ കാരണം. എന്നാൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകാൻ നഗരസഭാ ജനപ്രതിനിധികളുടെയും എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ എല്ലാ സ്കൂളുകളിലും എത്തി പരിശോധന നടത്തിയെന്നും കെട്ടിടങ്ങൾക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയും അതിനാവശ്യമായ പണം നഗരസഭ അനുവദിച്ചിട്ടുണ്ടെന്നും വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി സ്കൂൾ അധികൃതർ റിപ്പോർട്ട് നൽകാത്തതാണ് ഫിറ്റ്നസ് നൽകാൻ വൈകാൻ കാരണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി പറഞ്ഞു. നിലവിൽ 3 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയെന്നും ഇവർ പറഞ്ഞു. മുക്കം നഗരസഭ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ സ്കൂളുകളും നഗരസഭയിലെ ചെയർപേഴ്സണും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഉൾപ്പെടെ എല്ലാ സ്കൂളുകളും മുനിസിപ്പൽ എഞ്ചിനീയറും അതേപോലെ CCMഉം ചേർന്നിട്ടാണ് പരിശോധന നടത്തിയിട്ടുള്ളത്. സ്കൂളുകൾക്കുണ്ടായിട്ടുള്ള സ്ട്രക്ചർ സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് മുനിസിപ്പൽ എഞ്ചിനീയർ പരിശോധിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നഗരസഭയിലെ സ്കൂളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളെല്ലാം തന്നെ അത് ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല കൃത്യമായിട്ട് ഓരോ സ്കൂളുകൾക്കും നഗരസഭ തന്നെ പദ്ധതിയിൽ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത്തരം അറ്റകുറ്റപ്പണികൾക്ക്. ന്യൂസ് ബ്യൂറോ, മുക്കം.